Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് ഈ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ബുള്ളിഷ് ആവുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് ഇന്നലെയൊക്കെ നല്ലൊരു ഫോൾ ആയിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു റിക്കവറി കണ്ടു. പക്ഷെ നമുക്കറിയില്ല ഇത് ഒരു ടെമ്പററി റിക്കവറായിട്ട് പതുക്കെ താഴത്തോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വീക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നെങ്കിലും നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കയറിയത് 24,600 എന്നുള്ളത്. മേജർ സപ്പോർട്ടല്ല, ഞാൻ നോക്കണം മേജർ സപ്പോർട്ട് വരുന്നത് 24,300, 400 ആ റേഞ്ചിലാണ് ഒരു മേജർ സപ്പോർട്ട്. മൾട്ടിപ്പിൾ ടൈം ആ റേഞ്ചിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിട്ട് കയറിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കഴിഞ്ഞ 2025 സെപ്റ്റംബറിൽ വന്ന ആ റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത പോലെയാണ് നമുക്ക് കാണുന്നത്. കഴിഞ്ഞ ഇന്നലെ നല്ലൊരു റെഡ് ക്യാൻഡിൽ. പക്ഷേ വോളിയം വളരെ കുറവാണ്. ഇന്നലെ ബഡ്ജറ്റ് ഡേ ആണെങ്കിലും സൺഡേ ആയതുകൊണ്ട് വോളിയം കുറവാണ്. അതിനുശേഷം ഇന്നാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ തന്നത്. ഇവിടെ തന്നെ റിക്കവർ ആവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓൾ ടൈം ഹൈ ഒക്കെ അടിച്ച് മേലോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഈ ഒരു ഹൈ ആണ്, അതായത് 25,440 എന്നുള്ള ഈ ഒരു റേഞ്ച് ഒരു ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് ആ ലാസ്റ്റ് സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതല്ല, ഇവിടുന്ന് തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഉണ്ട് ഇവിടുന്ന് ഈ റേഞ്ച് ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് നിഫ്റ്റിയുടെ. അപ്പോൾ എന്തായാലും ഒരു വീക്കായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. നമുക്കിപ്പോഴും ഒരു സ്ട്രെങ്ത്ത് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ബുള്ളിഷ് അപേക്ഷിച്ച് കാണുന്നില്ല. ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ നിഫ്റ്റി 24,300 ആ റേഞ്ചിലോട്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്ന് വന്നിട്ട് റിവേഴ്സൽ ആവാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വാച്ച് ചെയ്യാം. 24,450, 24,400 എന്നുള്ള റേഞ്ച് ഒന്ന് നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യാം. സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നല്ല രീതിയിൽ ഫോളോ ആയതാണ്. പക്ഷേ നല്ലൊരു റിക്കവറിയാണ് സ്മോൾ ക്യാപ്പിലും വന്നത്. നമുക്കിപ്പോൾ അടുത്തായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 15,741 കാരണം ഒരു പ്രാവശ്യം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു മേജർ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു മേജർ സപ്പോർട്ട് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 14,080 എന്നുള്ള ഒരു റേഞ്ചാണ്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. വീക്ക് ചാർട്ട് എടുക്കുമ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ ടൈം വീക്കിലി ക്യാനിൽ തന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറിയ റേഞ്ചാണ് 14,080 എന്നുള്ള ആ ഒരു റേഞ്ച്. ഇനിയിപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇനി അങ്ങോട്ട് വരുമോ നമുക്കറിയില്ല. വരാതിരിക്കട്ടെ. നമുക്കിപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്മോൾ ക്യാപ്പിലൊരു പ്രതീക്ഷ നമുക്ക് നോക്കാം. ഒരു 16,950 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട് ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയാണ്. അതല്ല നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വന്ന് ഈ റേഞ്ച് ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഒന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് ഈ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അതല്ല, ചില സമയത്ത് ഇവിടുന്ന് ബ്രേക്ക് തരും, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്ന് ഒന്ന് പതുക്കെ താഴത്തോട്ട് വന്ന് പിന്നെ ഈ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തോട്ട് പോകാനുള്ള ആ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് രീതിയിലും കറക്റ്റായിട്ടുള്ള ഇത് വാച്ച് ചെയ്യുക. കാരണം ഒരു 16,950 മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റം കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു സൈഡ് വേസിലോട്ട് പോകാനുള്ള മാർക്കറ്റിൻ്റെ ഒരു ഇതും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് നോക്കണം നല്ല രീതിയിൽ ബുള്ളിഷാണ്. നല്ല രീതിയിൽ ഫോൾ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല രീതിയിൽ ബൈ ചെയ്യാനാണ് സാധ്യത. FIS സെല്ലിങ്ങിലായിരിക്കും എന്നാണ് പ്രതീക്ഷ. പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോകാം. JK ടയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇന്നൊരു 5% ഒരു മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് കുറച്ച് നാളായിട്ട് ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസംബർ 25 തൊട്ട് ഇപ്പോൾ ജനുവരി 26 ഏകദേശം ഒരു 1 മന്തായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിലാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി ഒക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഈ റേഞ്ചിൻ്റെ മുകളിൽ, അതായത് 528 മുകളിലൊക്കെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് നമുക്കിതിലേക്ക് വലിയ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഒരു 7.5% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. കാരണം കുറച്ച് വലിയ ഒരു സ്റ്റോപ്പ് ലോസ് വന്നാലാണ് ഈ സ്റ്റോക്കിലൊക്കെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിന് ഒരു 14% ഒക്കെ ടാർഗറ്റ് നമുക്ക് പിടിക്കാം. അതായത് 605 ടാർഗറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം. കാരണം ഒരു വീക്ക് മാർക്കറ്റായിട്ടും ആ ഒരു സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം കാണുന്നുണ്ട്. പിന്നെ കുറച്ച് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട്, അതുപോലെ ഇതിൻ്റെ റേഞ്ച് കണ്ടോ, ഈ റേഞ്ച് ഒരു ബ്രേക്ക് ഔട്ടും കൂടിയാണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രക്ചറാണ് സ്റ്റോക്കിൻ്റെ. എന്തായാലും വാച്ച് ചെയ്യാം. നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ആവുക നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി മേലോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. റിസൾട്ട് മൺഡേ ആണ് വരുന്നത്. ഇന്നാണ് റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം എൻട്രികൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പറയുന്നതൊക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാത്രം നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത്രയും 2 ആഴ്ച ചെയ്യാണ്ട് ഈ ബഡ്ജറ്റിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. കാരണം ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോയും സ്റ്റോക്കുകളൊക്കെ ഡിസ്കസ് ചെയ്ത് ചില ആൾക്കാർ അറിയാണ്ടൊക്കെ എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ചിലപ്പോൾ നല്ല രീതിയിൽ ഫോളോ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും വീഡിയോസ് ഒന്നും അധികം ചെയ്യാണ്ട് ഇരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നല്ല ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റും നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. അതെല്ലാം വീക്ക് മാർക്കറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്